ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LP-UPയുടെ ഇൻ്റർവ്യൂവിന് ഏറ്റവും അത്യാവശ്യമായിട്ട് ഉള്ള ഒരു ക്വസ്റ്റ്യനായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് പുതിയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ വിദ്യാഭ്യാസ നയം നമ്മൾ എന്തായാലും നോക്കിയിട്ട് പോകേണ്ട ഒരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം മുതൽ തന്നെ നോക്കാം. അപ്പോൾ LP-UP ഇൻ്റർവ്യൂവിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മളുടെ ഈ ഒരു ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് നോക്കാം. ആദ്യത്തെ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് 1968 ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ 1968 കേട്ടോ. 68 പ്രത്യേകം ആലോചിച്ച് വെക്കുക. വിദ്യാഭ്യാസ നയമാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ വിദ്യാഭ്യാസമായിട്ട് പറയാനുള്ളത് 1968 ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. അടുത്ത ഒരു വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് 68 തിരിച്ചിട്ടാൽ എത്രയാണ്? 86 ആണല്ലോ. അപ്പം 1986 രാജീവ് ഗാന്ധിയുടെ കാലത്താണ് അടുത്ത വിദ്യാഭ്യാസം വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ നയമാണ് അടുത്ത വിദ്യാഭ്യാസ നയം 1986 അപ്പോൾ 68 ആദ്യത്തേത് 68 അത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണെങ്കിൽ 86 രാജീവ് ഗാന്ധിയുടെ കാലത്താണ് അടുത്ത വിദ്യാഭ്യാസ നയം വന്നിട്ടുള്ളത്. അടുത്ത വിദ്യാഭ്യാസ നയമാണ് പുതിയ വിദ്യാഭ്യാസ നയം 2020 കേട്ടോ. 2020 വിദ്യാഭ്യാസ നയമാണ് അടുത്തത്. അത് ആദ്യം ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത് 10+2+3 എന്ന രീതിയിലാണെങ്കിൽ ഇപ്പോൾ പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ചിട്ട് 5+3+3+4 എന്നതിലേക്കാണ് മാറിയിട്ടുള്ളത്. നിങ്ങൾക്ക് പ്രധാനപ്പെട്ടിട്ട് ഒരു ക്വസ്റ്റ്യനായിട്ട് നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഉള്ള നമ്മളുടെ കുട്ടികളുടെ ക്ലാസ്സുകൾ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കാര്യം നമ്മൾ പഠിക്കുന്നത്. 5+3+3+4 എന്ന രീതിയിലാണ്. അപ്പോൾ 5 എന്ന് പറയുന്നത് പ്രീ സ്കൂൾ തൊട്ടിട്ടാണ്. പ്രീ സ്കൂൾ എന്ന് പറയുന്നത് 3 വയസ്സ് ടു 2ാം ക്ലാസ് വരെയാണ് കേട്ടോ. 5 ഫസ്റ്റായിട്ട് 5+3+3+4 5 ആണ് നമ്മൾ പറയുന്നത്. പ്രീ സ്കൂൾ ഘട്ടമാണ്, ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് നമ്മൾക്ക് പറയാം. അതിൽ 3 വയസ്സ് ടു 2ാം ക്ലാസ് വരെയാണ്. അപ്പം അതിൻ്റെ വയസ്സെന്ന് പറയുന്നത് 3, 4, 5, 6, 7, 8 അങ്ങനെയാണ് പോകുന്നത്. അടുത്തതെന്ന് പറയുന്നത് പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ്. പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്ന് പറയുന്നത് 3, 4, 5 ക്ലാസ് ആണ്. അപ്പോൾ 2ാം ക്ലാസ് വരെയുള്ള പ്രീ സ്കൂൾ ഫൗണ്ടേഷൻ ഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് പ്രിപ്പറേറ്ററി സ്റ്റേജ് വരുന്നത്. അതിൽ വരുന്നത് 3, 4, 5 ക്ലാസ് ആണ്. 3ാം ക്ലാസ്സിൽ 9 വയസ്സാവണം. അതുപോലെ തന്നെ 4ാം ക്ലാസ്സിൽ 10 വയസ്സ്, 5ാം ക്ലാസ്സിൽ 11 വയസ്സ്, അങ്ങനെയുള്ള ഒരു രീതിയിലായിരിക്കും. അടുത്ത ഘട്ടമാണ് മിഡിൽ സ്റ്റേജ് എന്ന് പറയുന്നത്. മിഡിൽ സ്റ്റേജിൽ വരുന്നത് 6, 7, 8 ക്ലാസ്സുകളാണ് കേട്ടോ. 6ാം ക്ലാസ്സിൽ 12 വയസ്സും 7ാം ക്ലാസ്സിൽ 13 വയസ്സും 8ാം ക്ലാസ്സിൽ 14 വയസ്സും എന്ന രീതിയിലായിരിക്കും ഈ ഒരു മിഡിൽ സ്റ്റേജിൽ നമ്മളുടെ ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത്. ഇനി അടുത്തത് സെക്കൻഡറി സ്റ്റേജ് ആണ്. സെക്കൻഡറി സ്റ്റേജിൽ 9, 10, 11, 12 ക്ലാസ്സുകളാണ്. അപ്പം അതിൽ തന്നെ 15, 16, 17, 18 വയസ്സാണ് കുട്ടികൾക്ക് ഉണ്ടാവേണ്ടത്. 12ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും 18 വയസ്സാവണം. അപ്പോൾ ഈ 5+3+3+4 എന്ന ഒരു രീതിയിൽ 3 മുതൽ 18 വയസ്സ് വരെയുള്ള നമ്മളുടെ വയസ്സ് വരെയുള്ള നമ്മളുടെ വിദ്യാഭ്യാസ ഘട്ടങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് UGCക്ക് പകരം ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ വന്നു. UGC ആയിരുന്നു ആദ്യം നിലവിലുണ്ടായിരുന്നത്. അത് ഇപ്പോൾ മാറിയിട്ട് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മൂല്യനിർണ്ണയ കേന്ദ്രത്തിന് പരാഗ് എന്ന പേരാണ് കേട്ടോ. മൂല്യനിർണ്ണയ കേന്ദ്രം ഇപ്പോൾ അറിയപ്പെടുന്നത് പരാഗ് എന്നാണ്. പരാഗ്. ഇനി അടുത്തത് മാനവ വിഭവശേഷി മന്ത്രാലയം. ഇനി മുതൽ വിദ്യാഭ്യാസ മന്ത്രാലയം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം മാനവ വിഭവശേഷി മന്ത്രാലയം ഇനി മുതൽ അറിയപ്പെടുന്നത് എന്താണ്? വിദ്യാഭ്യാസ മന്ത്രാലയം എന്നാണ്. ഇനി അതിൽ നമുക്ക് ആദ്യം ഉച്ചഭക്ഷണം മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ചിട്ട് നമുക്കിപ്പോൾ പ്രഭാത ഭക്ഷണം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു രീതിയിലേക്കാണ് മാറിയിട്ടുള്ളത്.
അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് അതിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയത് ആരാണെന്നതാണ്. അത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഡോക്ടർ കസ്തൂരി രംഗനാണ് കേട്ടോ. ഡോക്ടർ കസ്തൂരി രംഗനാണ് കരട് രൂപം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ 9 പേരടങ്ങുന്ന ഒരു ഇതിലാണ് കമ്മിറ്റിയാണ് ഉണ്ടായിരുന്നത്. അതിൽ അദ്ദേഹമാണ് കസ്തൂരി രംഗനാണ്. ഡോക്ടർ കസ്തൂരി രംഗൻ ISROയിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതൊന്ന് ഓർത്തുവിട്ട് വെക്കുക. അടുത്തതായിട്ട് പ്രാബല്യം എന്ന് പറയുന്നത് 2022-23 കാലഘട്ടമാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ്. 5ാം ക്ലാസ് വരെ മാതൃഭാഷയിലായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനായിട്ട് നമുക്ക് ചോദിക്കാം. മറ്റ് ഭാഷകൾ പഠിപ്പിക്കാൻ കഴിയുമോ എന്ന രീതിയിലുള്ളത്. അപ്പോൾ 5ാം ക്ലാസ് വരെ മാതൃഭാഷയിൽ തന്നെ ആയിരിക്കണം കുട്ടിയുടെ പഠന മാധ്യമം എന്ന് പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് അതിൽ നമുക്ക് കൂടിയാൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു ഭാഷ എന്ന് പറയുന്നത് സംസ്കൃതമാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യനാണ്. 2030 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് BEd വരും. അപ്പോൾ 2030 ആകുമ്പോഴത്തേക്കും ഇനി ഒരുപാട് മാറ്റങ്ങളാണ് ഈ ഒരു പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അതിൽ തന്നെ 2030 നമുക്ക് എന്താവുന്നുണ്ട്, 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് BEd വരും. ഇനി അടുത്തത് 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം വിഷയങ്ങൾ കുട്ടികൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്നാൽ, നമുക്ക് 10ാം ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് സയൻസ് എടുത്ത് പഠിക്കേണ്ടവർക്ക് സയൻസ് എടുത്ത് പഠിക്കാം, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ അങ്ങനെ, കൊമേഴ്സ് ആണെങ്കിൽ അങ്ങനെ. പക്ഷേ ഇനി വരുന്ന രീതി എന്ന് പറയുന്നത്, നമുക്ക് സയൻസ് ആണ് താല്പര്യമെങ്കിലും നമുക്ക് ആ സയൻസ് പഠിച്ച ഒരു കുട്ടിക്ക് ജോഗ്രഫി പഠിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് നമുക്കതിന് കഴിയുന്നില്ല. പക്ഷേ ഇനി വരുന്ന അവസരത്തിൽ ഈ ഒരു പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കി കഴിഞ്ഞതിന് ശേഷം വരുന്ന അവസരത്തിൽ നമുക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം +1ലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഒരു സയൻസ് സബ്ജക്റ്റിനോടൊപ്പം തന്നെ നമുക്ക് ജോഗ്രഫി ഇഷ്ടമാണെങ്കിൽ അതുകൂടി എടുത്തിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ള ഒരു അതിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു പരിഷ്കരണം. ഇനി അടുത്തതായിട്ട് തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസമാണ് 6ാം ക്ലാസ് മുതൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഈ ഒരു പുതിയ വിദ്യാഭ്യാസ നയത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്. അത് തന്നെ തുടങ്ങുന്നതെന്ന് വെച്ചാൽ 6ാം ക്ലാസ് മുതലാണ്. അപ്പോൾ അതിൻ്റെ ഒരു പേര് നിങ്ങൾ ഓർത്തിട്ട് വെക്കുക, ബാഗ്ലെസ് ട്രെയിനിങ് എന്നാണ് അതിൻ്റെ പേര്, ബാഗ്ലെസ് ട്രെയിനിങ്. അപ്പം അത് നമുക്ക് 6ാം ക്ലാസ് മുതലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, തൊഴിലധിഷ്ഠിതമായിട്ടുള്ളൊരു വിദ്യാഭ്യാസം. ഇനി അടുത്തത് പ്രോഗ്രസ് റിപ്പോർട്ട് നമുക്കിപ്പോൾ എല്ലാവർക്കും അവരവരുടെ മാർക്കിനനുസരിച്ചിട്ട് ടീച്ചേഴ്സ് തയ്യാറാക്കുന്നതാണല്ലോ. അപ്പം കുട്ടികളുടെ വിലയിരുത്തലൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിലും ആ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിൽ നമുക്കത് കാണാൻ കഴിയില്ല. എന്നാൽ ഇനി വരുന്ന ഈ ഒരു രീതി മാറ്റം അനുസരിച്ചിട്ട് കുട്ടികളുടെ വിലയിരുത്തൽ, സഹപാഠിയുടെ വിലയിരുത്തൽ എന്നിവ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ടായിരിക്കും ഇനി നമുക്ക് ഈ ഒരു പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ നമുക്ക് വരാൻ പോകുന്നത്. ഇനി അടുത്തതായിട്ട് ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ള 100 യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കും. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പോകുന്നവരായിട്ടുണ്ട്. അപ്പം അതിൽ നിന്നും ഒരു ഇതെന്നുള്ള രീതിക്ക് അതിന് എന്താ പറയുക, അങ്ങോട്ട് പോയിട്ട് പഠിക്കുന്നതിന് പകരം ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ള ഒരുപാട് കോളേജുകൾ, ഒരുപാടെന്ന് പറഞ്ഞാൽ 100 യൂണിവേഴ്സിറ്റികൾ നമ്മളുടെ ഇന്ത്യയിൽ തന്നെ വരുന്ന രീതിയിൽ വന്നിട്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ അവർക്ക് ആ ഒരു യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചുകൊണ്ട് അവരുടെ ഡിഗ്രി അതുപോലെ തന്നെ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കുന്ന ഒരു പദ്ധതി കൂടിയാണ് ഇത്. ഇനി അടുത്തതായിട്ട് നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സ് എന്നാണ് NPSTയുടെ അർത്ഥം വരുന്നത്. NPST എന്താണെന്ന് ചോദിക്കുന്നുണ്ടാകും. അപ്പോൾ അധ്യാപകരുടെ ഗുണനിലവാരം സൂചിപ്പിക്കുന്ന രേഖയാണ് NPST എന്ന് പറയുന്നത്. എന്താണ്? അധ്യാപകരുടെ ഗുണനിലവാരം സൂചിപ്പിക്കുന്ന രേഖ. NPSTയുടെ ഫുൾ ഫോം എന്താണ്? കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സ് NPST അധ്യാപകരുടെ ഗുണനിലവാരം സൂചിപ്പിക്കുന്ന രേഖയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് പദ്ധതികൾ നോക്കാം. പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് മലയാള തിളക്കം എന്ന് പറയുന്നത് മലയാളം പഠിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് നമ്മുടെ സ്കൂളിൽ ഒരുക്കിയിട്ടുള്ളൊരു പദ്ധതിയാണ് മലയാള തിളക്കം. അതുപോലെ തന്നെ NEPയുടെ ഫുൾ ഫോം എന്താണ്? NEP എന്ന് പറഞ്ഞാൽ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷനാണ്.
അപ്പം ദേശീയ വിദ്യാഭ്യാസ നയം അല്ലേ, അപ്പം അതൊന്ന് ഓർത്ത് വെക്കുക. NEP ദേശീയ വിദ്യാഭ്യാസ നയം, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, അത്രയും ഓർത്ത് വെക്കുക. ഇനി നമുക്ക് കുറച്ച് ഫുൾ ഫോംസും അതിൻ്റെ ഇയേഴ്സും ഒന്ന് നോക്കാം. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ആണെങ്കിൽ 2023 NCF. അപ്പോൾ NCFൻ്റെ ഫുൾ ഫോം എന്താണെന്ന് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ടായിരിക്കും. അപ്പം അത് വന്നിട്ടുള്ളത് 2023 നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കാണ്. ഇനി അടുത്തതായിട്ട് 2022 വന്നിട്ടുള്ള കേരള കരിക്കുലം ഫ്രെയിംവർക്ക്, KCF അല്ലേ. അപ്പം കേരള കരിക്കുലം ഫ്രെയിംവർക്ക്. ഇനി അപ്പോൾ നമുക്ക് കുറച്ച് കമ്മീഷനുകൾ കൂടി, വിദ്യാഭ്യാസ കമ്മീഷനുകൾ കൂടി പരിചയപ്പെടാം. സ്വതന്ത്രാനന്തര കാലഘട്ടത്തിൽ വന്നിട്ടുള്ള വിദ്യാഭ്യാസ കമ്മീഷനുകളാണ്. ഫസ്റ്റത്തേതാണ് യൂണിവേഴ്സിറ്റി കമ്മീഷൻ. രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. അധ്യക്ഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് രാധാകൃഷ്ണനായിരുന്നു. അതുകൊണ്ടാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ കൂടി ഈ ഒരു പേര് കൂടി വന്നിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതാണ് മുതലിയാർ കമ്മീഷൻ വന്നിട്ടുള്ളത് 1952 to 53 കാലഘട്ടത്തിലാണ്. അപ്പം മുതലിയാർ കമ്മീഷനാണ് അടുത്ത ഒരു കമ്മീഷനാണ് DS കോത്താരി കമ്മീഷൻ വന്നിട്ടുണ്ടായിരുന്നത് 1964 to 66 കാലഘട്ടത്തിലാണ്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നുകൂടിയിട്ട് ഈ ഒരു കമ്മീഷൻ അറിയപ്പെടുന്നുണ്ട്. അതിൻ്റെ അധ്യക്ഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് DS കോത്താരി ആയിരുന്നു. അപ്പം ഇത്രയുമാണ് കമ്മീഷനുകൾ. MHRD എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് ചോദിക്കാം. അപ്പോൾ അതിൽ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ആണ് കേട്ടോ. മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ആണ് MHRD എന്ന് പറഞ്ഞാൽ. ഇനി നമ്മുടെ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ രമേശ് പൊക്രിയാലാണ് മന്ത്രി ആയിട്ടുള്ളത്. ഇനി അതിൽ തന്നെ ധർമ്മേന്ദ്ര പ്രധാനാണ് വിദ്യാഭ്യാസ മന്ത്രി. ഇപ്പം വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് ധർമ്മേന്ദ്ര പ്രധാനാണ്. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്ലാസ്സുകൾ ഇനിയും നമ്മളുടെ ചാനലിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. താങ്ക് യു ഓൾ.